അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു മേൽവിലാസത്തിൽ തുടർച്ചയായി 6 മാസം താമസിക്കുന്ന പ്രായപൂർത്തിയായവർക്ക് ആ പ്രദേശത്തുള്ള പോളിംഗ് ബൂത്തിൽ പോയി വോട്ടവകാശം വിനിയോഗിക്കാം. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിൽ വോട്ടുള്ള സുരേഷ് ഗോപിയും കുടുംബത്തിലെ മറ്റ് 10 പേരും അദ്ദേഹത്തിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തോടെ തൃശ്ശൂരിലേക്ക് താമസം മാറ്റിയപ്പോൾ ആ മണ്ഡലത്തിലെ വോട്ടർമാരായി മാറി. അവരാരും തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 വീതം വോട്ടുകൾ ചെയ്തിട്ടില്ല എന്നിരിക്കെ എന്താണ് ഈ വിവാദത്തിന് ആധാരം അങ്ങയുടെ നിരീക്ഷണത്തിൽ? ഈ വിവാദം കുത്തിപ്പൊന്തിച്ച ആളുകൾ ഇത് സംബന്ധിച്ച് നിയമവ്യവസ്ഥയോ യാഥാർത്ഥ്യമോ മനസ്സിലാക്കാത്ത പതിവുള്ള കാപട്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് തുടങ്ങി വെച്ചത് തുഗ്ലക് റോഡ് നിവാസിയായ പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിൻ്റെ അനന്തരഫലം ആ മഹത്തായ പ്രസ്ഥാനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്താണ് ഇത്ര അപാകത? ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീ മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ പഞ്ചാബിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത് ആസാമിലെ സ്ഥിര താമസക്കാരനാണെന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടാണ്. ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുത്തത് 1983 അതിനു മുമ്പ് നിലവിലുള്ള രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് നിയമം ലംഘിച്ചുകൊണ്ട് അവരെ വോട്ടറാക്കി 1980 ആര് ചെയ്തു? അന്ന് അവർ ഭരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇന്ന് വെളിയിലായിരിക്കുന്നു. മാറാട് ഒരൊറ്റ വീട്ടിൽ 327 വോട്ടുകൾ CPM അനുഭാവികൾ ചേർത്തിരിക്കുന്നു. മറ്റൊരു വെളിവ് KB ഗണേഷ് കുമാറും കുടുംബാംഗങ്ങളും 2 സ്ഥലത്ത് വോട്ടുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്ത് സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്. പലരും താമസം മാറ്റിപ്പോകുമ്പോൾ പഴയ വോട്ടുള്ളത് പ്രത്യേകിച്ച് അപേക്ഷ റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്യിച്ചിട്ടല്ല പോകാറ്. അത് വളരെ സാധാരണമായൊരു സംഗതിയാണ്. ആർക്കും ഒരു പുതിയ നിയോജകമണ്ഡലത്തിൽ വോട്ട് ചേർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒറ്റ നിയന്ത്രണം മാത്രമേ ഉള്ളൂ, 2 സ്ഥലത്തും വോട്ട് ചെയ്യാൻ പാടില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൽ 1951 62-ാം വകുപ്പ് അനുസരിച്ച് ഒരാൾ 2 പ്രാവശ്യം വോട്ട് ചെയ്യുകയാണെങ്കിൽ 2 വോട്ടും നിയമവിരുദ്ധമാവും. ഞാനിവിടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ, മാന്യപ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിവുണ്ടാവില്ല. 2 തിരഞ്ഞെടുപ്പ് കേസുകളിൽ, ഒന്ന് കെ സുധാകരനെതിരായ എടക്കാട് മണ്ഡലം കെ സുധാകരൻ കൊടുത്ത്, 2 ശ്രീ പാലോട് രവി ബന്ധപ്പെട്ട നെടുമങ്ങാട് മണ്ഡലം. ഈ 2 അസംബ്ലി തിരഞ്ഞെടുപ്പ് കേസുകളിൽ പാർട്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരട്ട വോട്ട് ചേർത്തതെന്നും ചെയ്തതെന്നും ഹൈക്കോടതിയിൽ മൊഴി കൊടുത്ത മൊഴി നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രേഖയാണ്. ആ പാർട്ടിക്കാരാണ് ഇന്ന് ബഹളം വയ്ക്കുന്നത്. പാവം, എന്തൊരു നിസ്സഹായാവസ്ഥ! ഇത്തരം ബാലിശമായ വാദങ്ങൾ അവർ ഉന്നയിക്കുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമവും ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂളും വായിക്കാത്തത് കൊണ്ടാണ്. ഇതിനൊക്കെ പുറമെ ശ്രദ്ധാലുക്കളായ രാഷ്ട്രീയ പാർട്ടികൾ കരട് വോട്ടർ പട്ടിക വന്നാൽ എതിർത്ത് ഇല്ലാത്ത ആളുകളെ, താമസമില്ലാത്ത ആളുകളെ ചൂണ്ടിക്കാണിച്ച് ഇതാക്കി കളയേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഒരുപാട് വോട്ടർമാർ ബംഗ്ലാദേശികളുണ്ട്. ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ടോ? കരുതി കൂട്ടി ചെയ്യുന്നതാണ്. ശ്രീ ജ്യോതി ബാസു പശ്ചിമ ബംഗാളിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ഒറിജിനൽ ബംഗ്ലാദേശുകാരനാണ്, ബംഗ്ലാദേശ് ഉള്ള പ്രദേശത്തുകാരനാണ്. അവിടെ നിന്ന് വോട്ടർമാരെ, ആളുകളെ കൊണ്ടുവന്ന് ബംഗൂരു നിയോജകമണ്ഡലത്തിൽ റേഷൻ കാർഡ് കൊടുത്ത് വോട്ട് പിടിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത്. ഈ പാർട്ടികളാണ് ഈ നിസ്സാരമായ കാര്യം പറഞ്ഞ്, ബാലിശമായ കാര്യം പറഞ്ഞ് എതിർപ്പ്. ഇവിടെ ആരെങ്കിലും 2 വോട്ട് ചെയ്തു എന്ന് ആരും പറയുന്നില്ല. അത് പരിശോധിക്കാവുന്നുള്ളൂ. പിന്നെ ഇതിനൊക്കെ പുറമെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന VS സുനിൽകുമാറിൻ്റെ പാർട്ടി ഇവർക്കൊക്കെ ഐഡൻറ്റിറ്റി സ്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വോട്ടർമാർക്ക് ചിഹ്നമുള്ള ഐഡൻറ്റിറ്റി
കാർഡുകൾ കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ സ്ലിപ്പ് വെച്ചാൽ വോട്ടർ പട്ടികയിലെ നമ്പറും ഏത് പേജിലാണ് എന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് വ്യാപകമായിട്ട് CPI സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വ്യാപകമായിട്ട് ഈ ഫ്ലാറ്റുകളിലൊക്കെ വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പരാതി ഇപ്പോൾ. പിന്നെ കെ മുരളീധരനെ സംബന്ധിച്ച പാവം, അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വിലപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഒരു പക്ഷേ വോട്ടർ സ്ലിപ്പ് കൊടുക്കാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ പ്രവർത്തകരില്ലാത്തതുകൊണ്ടും കൊടുത്തു കാണില്ല. പക്ഷേ VS സുനിൽകുമാറിന് അത് പറയാൻ പറ്റില്ല, കാരണം അവരുടെ പാർട്ടികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് തുടർച്ചയായി നടന്നത് ഇപ്പോൾ പെട്ടെന്ന് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലല്ല. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ വോട്ടുണ്ട്. അവർ ആ സമയം വരുമ്പോൾ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോകും. ഇവരാരും ആ മണ്ഡലത്തിൽ താമസക്കാരല്ല. കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് കുറിച്ച് കൊടുത്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് നിർഭാഗ്യവശാലല്ല, ധിക്കാരപൂർവ്വം ആ സമൻസുകൾ സെർവ് ചെയ്യാൻ പറ്റാതെ ഹൈക്കോടതി നയിച്ച ശിവായെ ആക്രമിക്കുന്ന സമ്പ്രദായം വെച്ചുകൊണ്ടാണ്. ഇതൊക്കെ ഈ നാട്ടിലെ നടപ്പുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരാക്ഷേപം 6 മാസം കൊടുക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലിയുടെ വൈകല്യമാണ്, അവരുടെ പ്രതിബദ്ധയില്ലായ്മയുടെ, തയ്യാറെടുപ്പില്ലായ്മ, കഴിവില്ലായ്മയുടെ പ്രതിഫലമാണ്. എന്നിട്ട് ഇപ്പോൾ 90,000 വോട്ടിലധികം ജയിച്ചൊരു സ്ഥാനാർത്ഥി രാജിവെക്കണമെന്ന് പറയുന്നതിന് രാഷ്ട്രീയമായ ഉളുപ്പില്ലായ്മ അല്ലെങ്കിൽ ലജ്ജയില്ലായ്മ അല്ലെങ്കിൽ ദയനീയത എന്നല്ലാതെ മറ്റെന്താ പറയുക? ഇവരാരും ഇത് സംബന്ധിച്ച നിയമമോ ഹൈക്കോടതി വിധികളോ സുപ്രീം കോടതി വിധികളോ ഒന്നും വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത് നിർഭാഗ്യവശാൽ ഏറ്റുപിടിക്കുന്നു ചില മാധ്യമങ്ങൾ. ഇപ്പോൾ നമ്മുടെ റബ്ബർ മുതലാളിയുടെ നുണരമ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ ആർക്കും അത്ഭുതമില്ല. കൈരളി TV രാഷ്ട്രീയ പ്രേരിതമാണ്, അവർ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ഇതൊന്നുമല്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വലിയ പ്രചരണത്തിന് എന്തോ പാളിച്ച പറ്റി എന്ന മട്ടിൽ കാണുമ്പോൾ വാസ്തവത്തിൽ ലജ്ജ തോന്നുന്നു. നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരം ഇത്ര താണുപോയല്ലോ എന്നാലോചിച്ച് വസ്തുതാപരമായോ നിയമപരമായോ അതിൻ്റെ വശങ്ങളോ ഒന്നും പരിശോധിക്കാൻ ഇവരാരും തയ്യാറില്ല. ഞങ്ങളുടെ ചാനൽ ഏറ്റവും മുമ്പിൽ, ഏറ്റവും ആദ്യം ഞങ്ങളുടെ ചാനൽ എന്ന വ്യഗ്രതയിൽ പലപ്പോഴും സത്യവും നിയമവശങ്ങളും യാഥാർത്ഥ്യങ്ങളും മൂടി വെച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഉദ്വേഗം ഉണ്ടാക്കാവുന്ന വാസ്തവത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എല്ലാ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്കവരോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. പക്ഷേ ഇത്ര തരം താണ രീതിയിൽ മാധ്യമങ്ങൾ ഒരിക്കലും എന്തോ വലിയ കുറ്റം ചെയ്തു, ഫ്രോഡ്, ഇലക്ട്രൽ ഫ്രോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? നിരന്തരം എല്ലാ മണ്ഡലങ്ങളിലും കള്ളവോട്ട് ചേർത്ത കള്ളവോട്ട് ചെയ്യിക്കുന്ന പാർട്ടികൾ, ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിപ്പോൾ വയനാട്ടിൽ 90,000-ലധികം കള്ളവോട്ടുകൾ ചേർത്തു എന്ന്. മുസ്ലിം ലീഗുള്ള മിക്ക മണ്ഡലങ്ങളിലും കള്ളവോട്ടുണ്ട്. അത് മറ്റ് പാർട്ടികൾ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാലുണ്ടാവുന്ന തിക്ത അനുഭവം അവർക്കറിയാം. ഇപ്പോൾ ഇവിടെ മറ്റ് ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എന്തും പറയാം, കാരണം അവർ സഹിഷ്ണുതയ്ക്കും ശാന്തതയ്ക്കൊക്കെ പേര് കേട്ടവരാണ്. അതുകൊണ്ട് അവർ ചിലപ്പോൾ തിരിച്ചടിക്കില്ല. അല്ലാത്തവരാണെങ്കിൽ ജോസഫ് മാഷ അനുഭവം പലപ്പോഴും ഉണ്ടാകും. മാതൃഭൂമിക്ക് കോട്ടക്കൽ ഓഫീസിലുണ്ടായ അനുഭവം നമുക്കറിയാമല്ലോ, കേരളം മുഴുവൻ അറിയുന്ന കാര്യമാണല്ലോ. അത് നമ്മുടെ റബ്ബർ മുതലാളിയൊന്നും അതിനൊന്നും തയ്യാറില്ല. കാരണം വിലക്കെടുത്തിട്ടേ ശീലമുള്ളൂ. കാണുന്നവരൊക്കെ വിലക്കെടുക്കാം എന്നുള്ള വൃദ്ധ രീതിയിൽ പ്രവർത്തന ശൈലി കൈക്കൊണ്ട് ഞാൻ ഏതെങ്കിലും ചാനലിലെ വ്യക്തിപരമായി ആക്ഷേപിച്ചൊന്നും ആരും പറയരുത്. പക്ഷേ ഇത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വെട്ടിത്തുറന്ന അഭിപ്രായം പറഞ്ഞത്. അത്രയും
തരംതാണ് മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ. കാരണം ഇത് എല്ലാ പാർട്ടികളും ഇത് ചെയ്യുമ്പോൾ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും ചില പ്രത്യേക ജയിച്ച സ്ഥാനാർത്ഥികളും എന്തോ ഭീമാപരാധം ചെയ്തു എന്ന മട്ടിൽ അവതരിപ്പിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് വസ്തുതകളില്ലാത്ത കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ഹർജി ഇവിടെ കൊടുത്തിട്ടുണ്ട്. VS സുനിൽകുമാർ അറിഞ്ഞുകൊണ്ടോ ആ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ കള്ളവോട്ട് എന്തേ പറയാത്ത? ഈ പറഞ്ഞ് രാജിവെക്കണം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് 90,000-ലധികം വോട്ട് ജയിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് 2 തെരഞ്ഞെടുപ്പ് ഹർജികൾ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കള്ളവോട്ട് എന്നൊരു സൂചന പോലും എന്തേ പറയാത്ത? ഇന്നിപ്പോൾ VS സുനിൽകുമാർ വാചാലനായിട്ട് വിളറി പിടിച്ച മാതിരി സംസാരിക്കണോ മാധ്യമങ്ങളോട്? എൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, സംശുദ്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടി താല്പര്യങ്ങളുടെ നിർബന്ധിത സാഹചര്യത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറയാനുള്ള, പക്ഷേ അദ്ദേഹത്തെ പോലെ ഉന്നതനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഈ രീതിയിൽ തരംതാണെന്ന് കാണുമ്പോൾ എനിക്ക് വിദ്വേഷമല്ല, വിഷാദമാണ് മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ സാധാരണ ഈ വിഷയമല്ലേ കർണാടകത്തിലെ മന്ത്രി രാജണ്ണ പറഞ്ഞ് ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് ഈ കേടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധി ഇന്ത്യൻ പൗരനാവണം എന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂള് നിർബന്ധമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അതിന് വിരുദ്ധമായൊരു വിദേശ പൗരത്വമുള്ള ഒരാളെ ഇന്ത്യയിലെ വോട്ടർമാരായി ചേർക്കണമെങ്കിൽ അതിലൊരു അപാകതയില്ല. ആ ആളുകളാണ് ഇപ്പോൾ പരാതി പറയുന്നത്. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, പോട്ട് കോളിംഗ് കെറ്റിൽ ബ്ലാക്ക്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാപട്യമാണ്. ആ മറ്റ് പല കാര്യങ്ങളിലും കാണിക്കുന്ന കാപട്യം ഇപ്പോഴും വ്യക്തമാണ്. ഇതിൽ സാധാരണ ജനങ്ങൾ വീഴരുത്. അവർ ദയവ് ചെയ്ത് എന്താണ് ഇതിൻ്റെ നിയമവശം, 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ ഏതാണ്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂളിലെ വകുപ്പുകൾ ഏതാണ് എന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരിക്കലും വീഴരുത് എന്നൊരു അഭ്യർത്ഥന നടത്തേണ്ട നിർബന്ധിത സന്ദർഭം വന്നുകൊണ്ടാണ് ഞാനതിൽ തുനിയുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു.